ആര്യൻ ഗിസേൽ ആൻഡ് ആദില ആയിട്ടൊരു കോൺവെർസേഷൻ ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്നു. ആദില പറയുന്നത് തന്നെയാണ് ഞാനും സപ്പോർട്ട് ചെയ്യുന്നത്. ഗൈസ്, ഇഫ് യു ആർ ഇൻ ലവ് ഓർ ഇഫ് യു ആർ ലൈക്ക് നോ ലവ് ട്രാക്ക് ഓർ അങ്ങനെ ഒരു ട്രാക്ക് ആണെങ്കിലും നോ വെറീസ്, ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് യുവർ നൈസ് ഗെയിം, വി ഡോണ്ട് വോണ്ട് ടു ബോദർ. അത് ആർക്കും ഒരു വിഷയം ഉണ്ടാവുന്ന കാര്യമല്ലേ. ഇപ്പൊ സപ്പോസ് അവരെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവര് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു വിഷയം ഇല്ല. പക്ഷെ ഇപ്പൊ അത് വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനു ഈ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരത് എതിർത്തു, ഭയങ്കര മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് നിന്നു. അതാണ് കൂടുതൽ വിഷയമായത്. കാരണം ഗിസേലിന്റെ കുറച്ച് ഡയലോഗ്സ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൂടെയും പറഞ്ഞിട്ട് അനുവിനെ പോയിന്റ് ചെയ്തു. അപ്പോ ഇപ്പൊ ഇവര് പാരന്റ്സ് വന്നു പോയതിനു ശേഷം അതിലോട് സംസാരിക്കുന്നത് ഇത് അവരുടെ രണ്ടുപേരുടെയും ലക്കി ബെഡാണ്. ആര്യനും ഗിസേലും തമ്മിലുള്ള കെയർ കണ്ടിട്ട് അനുവിന് ഉള്ള പൊസസീവ്നെസ് ആണ്, അല്ലെങ്കിൽ അനുവിനുള്ള ഒരു ഇറിറ്റേഷൻ ആണ്. ഈ ഒരു സംഭവം അനു ആണ് പുറത്തേക്ക് വിട്ടത്. അതായത് അനു ആണ് വില്ലത്തി എന്നുള്ള രീതിയിൽ ബിഗ് ബോസിന് പറയാമായിരുന്നല്ലോ ഒരാണും ഒരു പെണ്ണും ബെഡിൽ കിടക്കാൻ പാടില്ല, ഒരു ബെഡിൽ കിടക്കാൻ പാടില്ല എന്ന് പറയാമായിരുന്നല്ലോ. അത് പറഞ്ഞിട്ടില്ല. ഹിന്ദി ബിഗ് ബോസിലൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേരളമാണ് ഗൈസ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഈവൻ ആര്യന്റെ അമ്മ പറഞ്ഞതും അവർ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർ റെസ്പെക്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഒരു മിസ്റ്റർ പെർഫെക്റ്റ് സംഭവം പ്ലക്കാർഡ് ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ പുറകെ കൂടെ എന്തും കാണിക്കാന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അപ്പൊ ഗിസേലും ആര്യനും ഇപ്പോൾ നന്മമരം ചമഞ്ഞിട്ട് പറയുകയാണ്, ഇനി ഈ ഒരു ഗെയിം പറ്റില്ല, ഇനി ഞങ്ങൾ അനുവിനെ കൊണ്ട് ഇങ്ങനെ ഗെയിം പറയിപ്പിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ബെഡ് മാറുകയാണ്. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നുണ്ട്, ഇപ്പൊ ലവ് ട്രാക്ക് ആണെങ്കിലും നല്ലതാണ്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് നിന്നൂടാ. അപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ അനു ആണ് വില്ലെത്തി, ഞങ്ങൾ മാറി കിടക്കാം. അങ്ങനെ ഇപ്പോ 60 days ഞങ്ങൾക്ക് ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോ റിലേഷൻഷിപ്പിൽ അവരിപ്പോഴും സമ്മതിക്കുന്നില്ല അവർ റിലേഷൻഷിപ്പിലാണെന്നുള്ളത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നു, ഫുഡ് കൊണ്ടു കൊടുക്കുന്നു, ബാറ്ററി കൊണ്ടു കൊടുക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല. അനു ആണ് വില്ലെത്തി, അനു ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി അനുവിന്റെ ഈ ചീപ്പ് ഗെയിം, ഈ ചീപ്പ് സ്ട്രാറ്റജി ഞങ്ങളുടെ ഇടയിൽ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അനുവിന്റെ ഈ ഗെയിം പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ മാറിക്കിടക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് വൈബ് വന്നിരിക്കുന്നത്. നല്ല ഒന്നാന്തരം കള്ളത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലൊരു വിഷയമില്ലെങ്കിൽ അവർ ബെഡ് മാറേണ്ട കാര്യമില്ലല്ലോ. പാരന്റ്സ് വന്ന് പറഞ്ഞപ്പോഴും അവർക്ക് സ്റ്റബോൺ ആയിട്ട് നിൽക്കായിരുന്നല്ലോ. ഇപ്പൊ അനു ആണ് വില്ലെത്തി, അനു ആണ് ഈ കഥകൾ പറഞ്ഞതെന്ന് ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇതിന്റെയൊക്കെ വിഷയം എന്താണെന്നറിയാമോ? ആ ഒരു പാർട്ടിക്കുലർ വീഡിയോ പുറത്തോട്ട് വരാത്തോണ്ടും പ്രേക്ഷകരെ കാണിക്കാത്തോണ്ടും ഉള്ളൊരു വിഷയമാണ്. അവരെപ്പോഴും ആ ഒരു സംഭവം ആരും കണ്ടിട്ടില്ലല്ലോ, പുറത്തേക്ക് പോയിട്ടില്ലല്ലോ, പ്രേക്ഷകർ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ധൈര്യമാണ് ഇവരിപ്പോഴും ഈ സംസാരിക്കുന്നതും അനു ആണ് വില്ലെത്തി എന്ന് പറയുന്നത്. ഡു യു ഗെറ്റ് മീ?